കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ വത്സല മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം കഴിഞ്ഞ 42 വർഷങ്ങളായി ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറയുന്ന രാജ്യത്തെ മെഡ്ജുഗോരി എന്ന ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ലോകത്തിന് നൽകുവാൻ അമ്മ തിരഞ്ഞെടുത്ത എല്ലാ വിഷ്ണറിമാരെയും അവരിലൂടെ ദൈവം നൽകിയ സന്ദേശങ്ങളും നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിച്ചു. മെഡ്ജുഗോരി സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ പറയുന്നതനുസരിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്ന സന്ദേശങ്ങളാണ്. കാരണം അമ്മ പറഞ്ഞു, ഈ ലോകത്തിലെ പരിശുദ്ധ അമ്മയുടെ ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ പ്രത്യക്ഷപ്പെടലായിരിക്കാം മെഡ്ജുഗോരിയിലെ പ്രത്യക്ഷപ്പെടലെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നൂറ്റാണ്ടുകളായി പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മ സന്ദേശം നൽകി. ഇതെല്ലാം സഭ ഏറ്റെടുത്തു. ചിലതൊക്കെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു, ചിലത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് നിർണായകമായ ചില സന്ദേശങ്ങൾ നൽകി. പിന്നീടുള്ള പ്രത്യക്ഷപ്പെടൽ അമ്മ പറഞ്ഞു, ഫാത്തിമയിൽ ഞാൻ ആരംഭിച്ചത് മെഡ്ജുഗോരിയിൽ ഞാൻ പൂർത്തിയാക്കുമെന്ന്. മെഡ്ജുഗോരിയിലെ സന്ദേശങ്ങളൊക്കെ ഫാത്തിമ സന്ദേശങ്ങളുടെ തുടർച്ചയാണ് എന്ന് പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മെഡ്ജുഗോരിയിലെ സന്ദേശങ്ങൾ ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്. ഇതൊരുപക്ഷെ ഒരു യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ചില സൂചനകളും മെഡ്ജുഗോരി സന്ദേശങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യുഗാന്ത്യം എന്ന് പറയുമ്പോൾ ലോകാവസാനമാണെന്ന് കരുതരുത്. യുഗാന്ത്യം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ യുഗം, സാത്താൻ്റെ യുഗം അവസാനിച്ച് ദൈവിക കൃപകളുടെ ഒരു യുഗത്തിൻ്റെ ആരംഭമാകാം. സാത്താൻ്റെ സാമ്രാജ്യത്തെ ദൈവം തകർത്തുകൊണ്ട് ദൈവിക സാമ്രാജ്യം സ്ഥാപിക്കുന്ന ഒരു പുതിയ യുഗം, അതിൻ്റെ ആരംഭം. ഒരു യുഗാന്ത്യം ലോകത്ത് സംഭവിക്കുമെന്നുള്ളത് സത്യമാണ്. ഇനി ഒരു യുഗാന്ത്യം ലോകത്ത് സംഭവിക്കുമ്പോൾ തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ്: സാത്താനുമായി സഹകരിക്കുന്ന, സാത്താൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന തിന്മയുടെ, ദുഷ്ടതയുടെ എല്ലാ ശക്തികളും തകർന്നടിയും. സാത്താനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സകലതും തകർന്നു പോകും. ദൈവവും ദൈവിക കാര്യങ്ങളോട് സഹകരിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും അനുഗ്രഹിച്ചുയർത്തപ്പെടും. പ്രിയമുള്ള സഹോദരങ്ങളെ,
മെഡ്ജുഗൊരിയിലൂടെ പരിശുദ്ധ അമ്മ യുഗാന്ത്യത്തിൻ്റെ വളരെ വ്യക്തമായ പല സന്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, മെഡ്ജുഗൊരി മിഷണറിമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന 10 രഹസ്യങ്ങൾ, അവരിൽ ഇനി ആകെ 3 പേർക്ക് 10 രഹസ്യം പൂർത്തിയാക്കാൻ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും തന്നെ 10 രഹസ്യങ്ങൾ നൽകി. മറ്റുള്ളവർക്ക് 9 രഹസ്യം വരെ എത്തി. ഇനി 3 രഹസ്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ വലിയ ശാശ്വതമായ ഒരു ദൈവീക അടയാളം മെഡ്ജുഗൊരിയിലൂടെ ലോകത്ത് സ്ഥാപിക്കപ്പെടുമെന്നൊക്കെയുള്ള വളരെ വ്യക്തമായ സന്ദേശങ്ങൾ, ശക്തമായ സന്ദേശങ്ങൾ മെഡ്ജുഗൊരിയിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി ഇതൊക്കെ മിഥ്യയാണ്, ഇതൊക്കെ പഴങ്കഥയാണ്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട കാലമല്ലിത്. അതിനുള്ള സമയമില്ല. ഇനിയെങ്കിലും ഏതെങ്കിലും തിന്മയുടെ ദുരാത്മാക്കളുമായി, തിന്മയുടെ വ്യക്തികളുമായി, തിന്മയുടെ സാഹചര്യങ്ങളുമായി, തിന്മയുടെ വസ്തുക്കളുമായി ഏതെങ്കിലും ബന്ധം ഇപ്പോഴും നമുക്കുണ്ടെങ്കിൽ വിച്ഛേദിക്കുവാൻ അവസാനമായി നമുക്ക് ലഭിക്കുന്ന ഒരവസരമായി ഈ മെഡ്ജുഗൊരി സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. പിന്നീട് ഇനിയും മറുതലിച്ചു നിൽക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അനുദപിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ പോലും ഇനി അവസരം ലഭിച്ചെന്നിരിക്കില്ല. പരിശുദ്ധ അമ്മയുടെ മെഡ്ജുഗൊരിയിലെ ശക്തമായ സന്ദേശമാണ്. ദൈവം കരുണാമയനാണ്. അവൻ്റെ കാരുണ്യം ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതിനാൽ നീ ഇത്രയും നാളും നടന്ന വഴികൾ പാപമംഗലമാണെങ്കിലും ദൈവമേ, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ളിൽ നിന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് നിന്നെ ഉയർത്തുമെന്നും ഇനിയെങ്കിലും തിന്മയുമായി ഉള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കണമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് മെഡ്ജുഗൊരിയിലെ ഈ അവസാന ഈ സന്ദേശങ്ങളിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, മെഡ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മ ഇവാന് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം അവനോട് ആവശ്യപ്പെട്ടു: സ്വർഗം ഈ ലോകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന, പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്ത് നിറവേറപ്പെടുവാൻ സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ പ്ലാനുകളും നിറവേറപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മയുടെ സന്ദേശമാണ്. സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്ത് നിറവേറപ്പെടുവാൻ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവിക കാര്യങ്ങളോടൊക്കെ മറുതലിച്ച് നിൽക്കുന്നവർ ചോദിക്കും, സ്വർഗം ഇത്രമാത്രം ശക്തിയുള്ളതാണെങ്കിൽ, ദൈവം ഇത്രമാത്രം ശക്തിയുള്ളവരാണെങ്കിൽ, ഇനി ദൈവത്തിൻ്റെ പദ്ധതി ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുവാൻ എന്തിനാ നമ്മുടെ പ്രാർത്ഥന? ചോദ്യങ്ങൾ വളരെ ശരിയല്ലേ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാ: സ്വർഗം ഈ ലോകത്ത് ക്രമീകരിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പൂർത്തീകരിക്കപ്പെടേണ്ട പദ്ധതി എന്താണ്? സ്വർഗത്തിൽ ഒറ്റ ബിസിനസ്സേ ഉള്ളൂ. ഈ സ്വർഗത്തിന്, ദൈവത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയ്ക്ക്, വിശുദ്ധർക്ക് ഉള്ള ഏക ബിസിനസ് ആത്മാക്കളുടെ രക്ഷയാ. ആത്മാക്കളുടെ രക്ഷ മാത്രമാണ് സ്വർഗത്തിൻ്റെ പദ്ധതി. ഈ ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെയും നിങ്ങളുടെയും നിത്യരക്ഷയാണത്. നമുക്ക് നമ്മുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതെ നിത്യരക്ഷയിലെത്തുവാനുള്ള വലിയ ക്രമീകരണമാണ് സ്വർഗം നടത്തുക. സ്വർഗം ആത്മരക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കൾ നേടുവാൻ പരിശ്രമിക്കുമ്പോൾ സാത്താൻ ആത്മാക്കളെ തകർക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു തന്നിരിക്കുന്ന വലിയ ഒരു ജ്ഞാനമുണ്ട്, ഒരു സത്യമുണ്ട്.
വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സമ്മതമില്ലാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സമ്മതമില്ലാതെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. വലിയൊരു ജ്ഞാനമാണ് അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു തന്നത്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് നമ്മുടെ സമ്മതം ആവശ്യമില്ലായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, അമ്മയുടെ ഉദരം ഞാൻ നിന്നെ മെനഞ്ഞു എന്നൊക്കെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ബോധ്യം ലഭിക്കുന്നു. എന്നാൽ വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, നിന്റെ സമ്മതമില്ലാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ സമ്മതമില്ലാതെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എനിക്ക് രക്ഷ നേടണമെങ്കിൽ ഞാൻ ദൈവമായിട്ട് സഹകരിക്കണം. എനിക്ക് നിത്യരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ദൈവം പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധരിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. എനിക്ക് നിത്യരക്ഷ സ്വന്തമാക്കണമെങ്കിൽ ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ എൻ്റെ നാഥനും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കണം. ഇതെൻ്റെ സഹകരണമാണ്, ഇതെൻ്റെ തീരുമാനമാണ്. ദൈവം എനിക്ക് ഫ്രീ വിൽ നൽകിയിട്ടുണ്ട്. ശരിയുണ്ട്, തെറ്റുണ്ട്, എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ആ സ്വാതന്ത്ര്യം ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, മക്കളെ, ദൈവം എന്നിലൂടെ ഈ ലോകത്ത് ക്രമീകരിച്ചിരിക്കുന്ന പ്ലാനുകൾ നിറവേറപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം മനുഷ്യന്റെ മനസ്സ് തുറക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരാത്മാവ് ദൈവിക പദ്ധതികളോട് സഹകരിച്ചില്ലെങ്കിൽ, മറുതലിച്ചു നിന്നാൽ ദൈവത്തിന് അവനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് അഗസ്തീനോസിന്റെ വാക്കുകളിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ദൈവിക പദ്ധതികൾ നമ്മൾ സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളണം. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി സഹകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. കാരണം ഇതിനപ്പുറത്തൊരു ജീവിതമുള്ളത് ദൈവിക പദ്ധതിയോട് ഞാൻ വ്യക്തിപരമായി എങ്ങനെ സഹകരിക്കുന്നു എന്നതനുസരിച്ചാണ്. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, മെഡ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് മെഡ്ജുഗൊരിയിലെ മിഷണറിമാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ച് നമ്മൾ നേരത്തെയുള്ള ചില എപ്പിസോഡുകൾ കണ്ടു. എന്നാൽ പരിശുദ്ധ അമ്മ മറ്റ് മെഡ്ജുഗൊരിയിലെ മിഷണറിമാർക്ക് സ്വർഗീയ ദർശനം ഇല്ലേ, സ്വർഗത്തിലേക്ക് ഒരു പ്രാവശ്യമാണ് കൊണ്ടുപോയതെങ്കിൽ മെഡ്ജുഗൊരിയിലെ മിഷണറിയായ ഇവാൻ എന്ന് പറയുന്ന ആ യുവാവിന് 1984-ലും 1988-ലും 2 പ്രാവശ്യം പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിൻ്റെ മാഹാത്മ്യം കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൽ ചെന്നുമ്പോൾ അവൻ കണ്ട കാര്യങ്ങളൊക്കെ ഇവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗത്തിലെ മാലാഖമാരെ കണ്ടതും, മനുഷ്യരെ കണ്ടതും, വിശുദ്ധരെ കണ്ടതും, സ്വർഗീയ ഗണങ്ങളെ കണ്ടതും, സ്വർഗത്തിൻ്റെ മനോഹാരിതയും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആ സ്വർഗീയ ആനന്ദവും ഒക്കെ ഇവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് ഇവാനോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇവാൻ, നിന്നെ ഈ സ്വർഗീയ മഹത്വം കാണിക്കുന്നത് ഈ ലോകത്തിലെ നിന്റെ യാത്ര അതൊരു തീർത്ഥാടന യാത്ര മാത്രമാണെന്നും നിത്യകാലം നീ വസിക്കേണ്ടത് ഇവിടെയാണെന്നുമുള്ള ആ ബോധ്യം നിന്നിലൂടെ ലോകം മുഴുവനും എത്തപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, പച്ചയായ ഒരു മനുഷ്യൻ്റെ ശക്തമായ അനുഭവമാണ് ഇവാൻ പങ്കുവയ്ക്കുന്നത്. അവൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഡെയിലി അപ്പറേഷൻ കിട്ടുന്ന സമയത്ത് ഈ 2 പ്രാവശ്യവും അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ ക്ഷണനേരം കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തി. ഇതൊരു സ്വപ്നമല്ല, ഇതൊരു ദർശനമല്ല, ഇത് ഒരു വ്യക്തിയുടെ അനുഭവമാണ്. അവൻ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നു പരിശുദ്ധ അമ്മയുടെ കൂടെ. ഇവാൻ സ്വർഗത്തിൽ പോയി അവൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതും കാതുകൾ കൊണ്ട് കേട്ടതും
അവൻ്റെ ഹൃദയം കൊണ്ട് ആസ്വദിച്ചതുമായ കാര്യങ്ങളാ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളും, ഈ ലോകത്തിന് അപ്പുറത്തൊരു ജീവിതമില്ല, ഇതോടെ എല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാക്സിമം ഈ ലോക ജീവിതം എൻജോയ് ചെയ്യുവാൻ ഈ ലോകത്തിൻ്റെ ശക്തികൾ നമ്മെ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയൊക്കെ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ സഹോദരങ്ങളെ തിരിച്ചറിയണം, ഇതെല്ലാം പൊള്ളത്തരമാണെന്നും നിത്യമായ ഒരു ജീവിതം സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ഉണ്ട് എന്നും ഉള്ള ഉറപ്പ് മെഡ്ജുഗരി മിഷണറിമാരിലൂടെ ദൈവം നൽകുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ ഫിലിപ്പിയർക്ക് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം തിരുലിഖിതവും ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തെ നമ്മുടെ ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂവെന്നും നിത്യകാലം ഒരു അവസാനിക്കാത്ത ജീവിതം സ്വർഗത്തിൽ ദൈവത്തോടു കൂടി ഉണ്ടെന്നുമുള്ള ഉറപ്പ് മെഡ്ജുഗരി സന്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം കണ്ട മെഡ്ജുഗരി മിഷണറിമാര് ഇന്നും ജീവിച്ചിരിക്കുന്നു. അവർ കണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നു. ഇതൊന്നും ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ. പരിശുദ്ധ അമ്മ ഇവാനിലൂടെ നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ്, മെഡ്ജുഗരി ദർശകർക്ക് എല്ലാവർക്കും 10 രഹസ്യങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ ആ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ വലിയ പീഡനങ്ങൾക്കും വലിയ ദുരിതങ്ങൾക്കും വലിയ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെടുമെന്ന്. സഭ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകും. പ്രിയമുള്ള സഹോദരങ്ങളെ, സഭയ്ക്കുള്ളിൽ ഇന്ന് നാം കാണുന്ന പല പ്രശ്നങ്ങളും ഒരുപക്ഷെ മെഡ്ജുഗരി സന്ദേശങ്ങളുടെ ഒരു പൂർത്തീകരണത്തിൻ്റെ സാധ്യതയാണ് നമുക്ക് കാണിച്ചു തരിക. സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭിന്നിപ്പ്, പിളർപ്പ്, അതോടൊപ്പം തന്നെ അനുസരണക്കേട്, അധികാരികളോട് വിധേയത്വപ്പെടുവാനുള്ള മടി, മറുതലിച്ചു നിൽക്കുന്ന രീതികൾ, എതിർ സാക്ഷ്യങ്ങൾ, ഇതെല്ലാം സഭയെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മെഡ്ജുഗരി സന്ദേശമാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഇടപെടൽ ഈ ലോകത്ത് സംഭവിക്കാൻ സമയമാകുമ്പോൾ കത്തോലിക്ക സഭ ഞെരുക്കപ്പെടും, വലിയ പരീക്ഷണങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോകും. ഇന്ന് ഈ ലോകത്ത് ഏതാണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങൾ ഈ ശക്തികൾക്കെതിരെ, ഈ വ്യക്തികൾക്കെതിരെ പോരാടണം, തിന്മയെ നിങ്ങൾ അതിജീവിക്കണം. ഇതുപോലെയുള്ള സഭയിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സഭ ശരിക്കും കർത്താവിൻ്റെ സഭ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്നു. ഇവിടെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഇതെല്ലാം സഭയിൽ സംഭവിക്കും. കാരണം സാത്താൻ സഭയെ തകർക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അവൻ്റെ അവസാനത്തെ പരിശ്രമമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മനസ്സ് തകരരുത്, തളരരുത്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന തിരുലിഖിതമാണ് നമുക്ക് ശക്തി നൽകേണ്ടത്. എന്ത് സംഭവിച്ചാലും, എന്ത് എതിർസാക്ഷ്യം കണ്ടാലും, ഏത് പീഡനത്തിലൂടെ കടന്നുപോയാലും, ആര് തള്ളിപ്പറഞ്ഞാലും, വിശുദ്ധ ലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവസാനം വരെ പിടിച്ചു നിന്ന് രക്ഷ പ്രാപിക്കുക. അതെനിക്ക് വ്യക്തിപരമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റാർക്കും എൻ്റെ രക്ഷ നേടുവാൻ സാധിക്കില്ല. അതുകൊണ്ട് വ്യക്തിപരമായ സഹോദരങ്ങളെ, സഭയിലൂടെ, വചനത്തിലൂടെ, കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുക. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ, പിടിച്ചു നിൽക്കുന്നവൾ രക്ഷ പ്രാപിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇവാന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മേ,
അമ്മ എപ്രകാരമാണ് ഇത്രമാത്രം സുന്ദരിയായിരിക്കുന്നത്. അമ്മയുടെ പ്രതിഭ എത്രമാത്രം മനോഹരമാണ് അമ്മയെ കാണുമ്പോൾ. അപ്പോൾ അമ്മ ഇവാനോടൊരു കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞേ എന്നാണ് അമ്മ ഇവാനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവന് ഭയങ്കര സന്തോഷമാണ് അമ്മയുടെ പ്രത്യക്ഷത്തിൽ എപ്പോഴും അമ്മ എൻ്റെ കുഞ്ഞേ എന്ന് വിളിക്കുന്ന കേൾക്കാൻ. ഇവാൻ പറഞ്ഞു തരുന്നുണ്ടത്. മൈ ചൈൽഡ്, എൻ്റെ കുഞ്ഞേ എന്ന് വിളിച്ച അമ്മ ഇവാന് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം അമ്മ ഇവാനോട്, എൻ്റെ കുഞ്ഞേ, ഞാൻ സ്നേഹമാണ്, ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞാൻ സ്നേഹമായതുകൊണ്ടാണ് എനിക്ക് എത്രമാത്രം സൗന്ദര്യം. എൻ്റെ ഇവാനോട് പറഞ്ഞു, നീയും സ്നേഹിക്കാൻ തുടങ്ങിയാൽ നീയും നല്ല സുന്ദരനാകും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നൽകി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നോക്കുക. നമ്മുടെ മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മുഖത്ത് കാണാനായിട്ട് സാധിക്കും, ഇല്ലയോ? നമ്മുടെ മനസ്സ് ആരോടെങ്കിലും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നാൽ അവരെ കാണുമ്പോൾ നമ്മുടെ മുഖം ഇരുണ്ടു മൂടും, അത് മുഖത്ത് പ്രതിഫലിക്കും. എന്നാൽ ഹൃദയത്തിൽ സ്നേഹമാണെങ്കിൽ അതും മുഖത്ത് പ്രതിഫലിക്കും. അത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാകും. ഇത് പരിശുദ്ധം പറഞ്ഞു കൊടുക്കുക. മക്കളെ, നീ സ്നേഹിക്കാൻ തുടങ്ങ്. നീ സ്നേഹിച്ചാൽ നിന്റെ സൗന്ദര്യം വർദ്ധിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിൽ പലതിനെയും വെറുക്കാനും വൈരാഗ്യബുദ്ധിയോടുകൂടി നോക്കുവാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എന്നാൽ സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും വിട്ടുകൊടുക്കുവാനും സ്നേഹിക്കുവാനും നമ്മൾക്ക് സാധിച്ചാൽ സ്വർഗീയ പ്രഭയാണ് നമ്മുടെ മുഖത്ത് പ്രശോഭിക്കുക എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ അമ്മ ഇവാനിലൂടെ മെഡ്ജുഗൊരിയിൽ നമുക്ക് കൈമാറുന്നത്. ആളുകൾ പലരും ഇവാനോട് പറഞ്ഞിരുന്നു, അമ്മ വരുമ്പോൾ നീ ഇങ്ങനെ ചോദിക്കണം, പരിശുദ്ധ അമ്മ എന്തിനാ ഇത്രയും കാലം ഈ മെഡ്ജുഗൊരിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്? അമ്മ വർഷങ്ങളായി നൽകിയ പല സന്ദേശങ്ങൾ റെപ്പറ്റീഷനാണ്. അമ്മ ആവർത്തിച്ച് ഒരേ കാര്യങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അമ്മ എന്തിനാ ഇത്രയും നീണ്ട വർഷം ഇങ്ങനെ എല്ലാ ദിവസവും വന്ന് പ്രത്യക്ഷപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് വിശുദ്ധ ലിഖിതമുണ്ട്, ബൈബിളുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, കൂദാശയുണ്ട്, സഭയുണ്ട്, ഇതൊക്കെയുണ്ട്. പിന്നെ എന്തിനാ അമ്മ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചിലരുടെ സംശയങ്ങൾ പരിശുദ്ധ അമ്മയോട് ഇവാൻ ചോദിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, മക്കളെ, നിങ്ങളുടെ കഠിന ഹൃദയമാണ് എന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. യുവർ സ്റ്റബേൺനെസ്, നിങ്ങൾ പിടിവാശി മൂലം ദൈവിക സന്ദേശങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരു അമ്മയുടെ സ്നേഹത്തോടെ കടന്നു വരുന്നത്. നിങ്ങളുടെ ഹൃദയം അത്രമാത്രം കാഠിന്യമായി ദൈവത്തിൻ്റെ വഴികളെ നിങ്ങൾ നിരാകരിക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷയിലേക്ക് വിളിക്കുവാനായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ നീ പറഞ്ഞില്ലേ, അമ്മ പറയുന്നതൊക്കെ റെപ്പറ്റീഷനാണല്ലോ, അമ്മ പല കാര്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അമ്മ ഇവാനോട് ചോദിച്ചു, മോനെ, എൻ്റെ കുഞ്ഞെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടി വരില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നത്? നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ട്. സാത്താൻ നിങ്ങൾക്കെതിരെ വച്ചിരിക്കുന്ന കെണികൾ എനിക്ക് വ്യക്തമായി അറിയാം. സാത്താൻ എങ്ങനെ നിങ്ങളെയും കുടുംബജീവിതങ്ങളെയും നമ്മുടെ യുവജനങ്ങളെയും ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് സാത്താൻ വിജയിക്കാതിരിക്കുവാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആത്മാക്കൾ സ്വർഗത്തിന് വേണ്ടി നേടുന്നതിന് വേണ്ടിയാ ഞാൻ വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്നത്. നിങ്ങളുടെ സ്റ്റബേർഡ്നെസ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യം, ഇതാണ് ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ,
പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഈ സന്ദേശങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാനുള്ള പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ ആ വേദന തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും നിത്യരക്ഷയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കാം. നമുക്ക് ചുറ്റും സാത്താൻ വച്ചിരിക്കുന്ന സർവ്വ കെണികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ പരാജയപ്പെടുത്തി സ്വർഗീയ മഹത്വം പുൽകുവാൻ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും നമ്മുടെ സകലരെയും നമുക്കുള്ള സർവ്വതും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുകൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.